അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് മസായിലുൽ ഫിഖ് 4-ാം ക്ലാസ്സിലെ 4-ാമത്തെ പാഠം അദ്ദർസുർ റാബിഅ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. മീനെ, നിൻ്റെ കാലിൽ ചളിയുണ്ടല്ലോ, കുളിക്കുമ്പോൾ കാല് തേച്ചുരച്ച് കഴുകിയില്ലായിരുന്നോ? ഉസ്താദ് ചോദിച്ചു. അമീൻ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഉസ്താദേ. അവൻ ബാത്റൂമിൽ പോയി കാല് കഴുകി വന്നു. നമ്മൾ എല്ലാ സമയത്തും വൃത്തിയുള്ളവരാവണം. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. കൈകാലുകളും തലയും തേച്ചുരച്ച് കഴുകണം. നഖത്തിനടിയിലുള്ള ചെളി നീക്കണം. ഉസ്താദ് പറഞ്ഞു. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളുമുണ്ട്. കുളിക്കുമ്പോൾ അതെല്ലാം നീ പാലിക്കാറുണ്ടോ? അമീൻ, ഏതൊക്കെയാണ് കുളിയുടെ ഫർളുകളും സുന്നത്തുകളും? ഉസ്താദ്, കുളിക്ക് 2 ഫർളുകളാണുള്ളത്. 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണവ. ഖിബലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ, പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്തുകളാണ്. അമീൻ, കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ്? ഉസ്താദ്, ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു, പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്തായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. വഇൻ കുന്തും ജുനബൻ ഫത്തഹറു, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. ഇനി നമുക്ക് അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുർ റാബിഅ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. നഖറഉ വനക്തുബു, വായിക്കുക, എഴുതുക. പീളക്കുഴി, മടമ്പ്, നിർബന്ധം, ചുളിഞ്ഞ ഭാഗം, തേച്ചുരച്ചു. ഇത് അതേപോലെ എഴുതി വെക്കുക. 2 നുജീബ്, ഉത്തരം എഴുതുക. കുളിയുടെ ഫർളുകൾ എത്ര? ഉത്തരം 2. കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ. 3-ാമത്തെ ചോദ്യം, കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. ഉത്തരം ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. 4 ഫർളായ കുളി, നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ഉത്തരം ഫർളായ കുളി ഞാൻ കുളിക്കുന്നു. 5 ജുമുഅയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമുഅയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു. ഇനി 3-ാമത്തെ വർക്ക് കാണാം. നക്തുബു സുനനൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകൾ എഴുതുക. 1 ഖിബലക്ക് മുന്നിടുക, 2 ഔറത്ത് മറക്കുക, 3 കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, 4 വുളൂ ചെയ്യുക, 5 ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും ചെയ്യുക, 6 ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക, 7 തേച്ചുരച്ച് കഴുകുക, 8 പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചൊളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. 4-ാമത്തെ വർക്ക് നക്തശിബു നക്തബു നഖറഉ ഫി സഫ്, എഴുതുക, വായിക്കുക, ക്ലാസ്സിൽ വായിക്കുക. 1 കുളിക്ക് ശേഷമുള്ള ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. 2 കുളിയുടെ പൂർണ്ണ രൂപം ക്രമപ്രകാരം എഴുതുക. ഖിബലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ, പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.